പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ വരണ്ടെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബിന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസമുണ്ടല്ലോ ഞാൻ ദിയ കൃഷ്ണയെയും അനന്തുവിനെയും കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അണ്ടറിൽ എനിക്ക് വന്ന ഒരു മെസ്സേജ് ഈ കാണുന്നതാണ്. അതായത് ഞാൻ വളരെ ധൈര്യപൂർവ്വം കാര്യങ്ങൾ തുറന്നു പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ ഇവിടെ എന്ത് ധൈര്യമാണ് കാണിച്ചതെന്ന്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ദിയയെയും അനന്തുവിനെയും വെച്ച് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ദിയ കുറച്ച് ഹോൾഡുള്ള ആള്, അനന്തു അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എന്നിട്ടും ഞാൻ അനന്തുവിന്റെ ഭാഗം പിടിച്ചു പറഞ്ഞു, ദിയേനെ ഞാൻ കുറ്റക്കാരിയായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അതിനെ ആയിരിക്കാം ഒരു പക്ഷേ ധൈര്യമെന്ന് ആളുകൾ ചിന്തിച്ചത്, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. അതായത് ഈ അഹങ്കാരവും അഹന്തയും ഞാനെന്നുള്ള ഭാവവും, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ എല്ലാവരും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കുറെ ആൾക്കാരെ ഇപ്പൊ ഈ ഇടയായിട്ട് കണ്ടുവരികയാണല്ലേ. അപ്പോൾ ഇവരെല്ലാം തല കുനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു പക്ഷേ ഇവരെയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാത്തത്. കാരണം ഈ അഹങ്കാരം കാണിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും കേട്ടോ, എത്ര നാൾ, എവിടെ വരെ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് ഏത് സ്ഥലമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, ഈ അഹങ്കാരവും അഹന്തയും ഒക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാം, ആ ഒരു സ്ഥലത്തിന് നമ്മൾ ഓമര പേരിട്ട് വിളിക്കും കേട്ടോ, പ്രീ മോർച്ചറി യൂണിറ്റ് അല്ലെങ്കിൽ പ്രീ മോർച്ചറി എന്ന് നമ്മൾ പറയും. അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതായത് ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ഒന്നി മോർച്ചറിയിലോട്ട് പോകും, അല്ലെങ്കിൽ സുഖം പ്രാപിച്ച് വെളിയിലോട്ട് പോകും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഈ ICUല് ഇനി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു രാജാവ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ആര് വന്നാലും അവരുടെ നിസ്സഹായ അവസ്ഥ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഈ നഴ്സുമാരെന്ന് പറയുന്നത്. അതുപോലെ ഈ ഡോക്ടേഴ്സും. ഈ നഴ്സുമാരെന്ന് പറയുമ്പോൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ നിസ്സഹായാവസ്ഥ A to Z കാണുന്ന ആൾക്കാരാണ്. അവരുടെ ഇമോഷൻസ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഞങ്ങളെ നഴ്സുമാരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവരൊക്കെ ഒരു പേഷ്യന്റ് മാത്രമാണ്. അവരൊരു PMO അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ഡോക്ടറോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഈ VIPs വരുമ്പോൾ നമ്മൾ അവരെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അത് ഹോസ്പിറ്റലിന്റെ റൂൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ചിലയിടത്തൊക്കെ. അപ്പോൾ എന്നും പറഞ്ഞ് എല്ലാ പേഷ്യന്റും കൊടുക്കുന്ന കെയറും പരിഗണനയും ഒക്കെ തന്നെയാണ് ഇവർക്കും കിട്ടുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു പരിഗണനയൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് മാത്രമല്ല, പലരും പറയാറുണ്ട് പണത്തിന് മേലെ പരുന്തും പറക്കാറില്ലെന്ന്. പക്ഷെ പരുന്ത് പറക്കാറുണ്ട്. ആ പറക്കുന്നതൊക്കെ ഈ ICUല് വന്നാൽ നമുക്ക് കാണാൻ കഴിയും. കാരണം പണം എത്ര എറിഞ്ഞാലും മുകളിലോട്ട് പോകുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ കറക്റ്റ് സമയം നോക്കി പരുന്തിനെ പറത്തി വിടണമെന്നേ ഉള്ളൂ. അല്ലാതെ പറത്തി വിട്ടാൽ ചിലപ്പോൾ പണത്തിന് മേലെ പറക്കാറില്ല. അതാണ് സത്യം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു യൂണിറ്റിൽ വന്ന് നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കിടക്കണം, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ. അന്നേരമുണ്ടല്ലോ ഈ അഹങ്കാരവും അഹന്തയും അഹംഭാവവും എല്ലാം പോവും നിങ്ങളത്. അതായത് ഇത് ഇങ്ങനെ ക്യാരക്ടേഴ്സിന്റെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. കുറെ രാജാവും രാജ്ഞിയും രാജകുമാരിയും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാവപ്പെട്ടവർ പല സ്ഥലത്തുമുണ്ടല്ലോ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു അനന്തുവിന്റെ കാര്യം തന്നെ എടുക്കാം. അനന്തു അവിടെ ഹെൽപ്ലെസ് ആണ്. അനന്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോ ഇതുവരെ ആ വ്യക്തി ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അനന്തു അവിടെ ഹെൽപ്ലെസ് ആയിട്ട് നോക്കി നിൽക്കുവാണ് അല്ലെ. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, പലവരും ഇപ്പൊ നമ്മള് പല കേസുകൾ എടുത്തു വെച്ച് നോക്കിയാലും പണക്കാരൊക്കെ നല്ല സുഖമായിട്ട് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവരുടെയൊക്കെ അധപ്പതനവും നമ്മളെ മുന്നിൽ തന്നെ ദൈവം കാണിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പണത്തിന് മേലെ പരുന്തും പറക്കൂലെന്ന്? കാരണം ഒരിടത്തും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടല്ലോ നമ്മൾ ഈ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവം കയറി പ്രവർത്തിക്കാറുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ നമ്മൾ ഈ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി നമുക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കാറുണ്ട്.
ഒത്തിരി അഹങ്കാരവും അഹന്തയും കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ദൈവം എപ്പോഴും പ്രവർത്തിക്കാറുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് കേട്ടോ. അത് മാത്രമല്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഈ ഇടയ്ക്ക് ഒരു അഡ്വക്കേറ്റ് കേട്ടോ, നമ്മുടെ അഡ്വക്കേറ്റ് ഇവിടെ ഒരു ICUവിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ ഈ അഡ്വക്കേറ്റിന്റെ ഹസ്ബൻഡിനാണ് പ്രശ്നം. രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. ആ അഡ്വക്കേറ്റിന് എന്തുവാ പ്രശ്നം? 24 മണിക്കൂർ ICUവിൽ ഹസ്ബൻഡിന്റെ അടുത്ത് കുത്തിയിരിക്കണം. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ? നമ്മുടെ ICU പ്രോട്ടോകോൾ അനുസരിച്ച്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ICU പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പേഷ്യന്റിനെ വെളിയിൽ നിന്ന് പേഷ്യന്റ് അറ്റൻഡൻസിന് ഒത്തിരി നേരം ഒന്നും ICUവിൽ ഇരുത്താൻ പറ്റൂല. കാരണം ഈ ഇൻഫെക്ഷൻ ബാക്കിയുള്ള പേഷ്യൻസിനും കൂടെ ചെല്ലുമല്ലോ. അത് വെച്ചിട്ടാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ അവരെന്ത് പറഞ്ഞിട്ടും അവിടെ അവർക്ക് ഒരു രീതിയിലും ഇരിക്കാൻ പറ്റിയില്ല. സാധാരണ എല്ലാവരും എല്ലാ കോമണേഴ്സിനെയും പോലെ തന്നെ അറ്റൻഡേഴ്സിന് കയറാനുള്ള വിസിറ്റിംഗ് ടൈമിൽ മാത്രമേ അവർക്ക് കയറാൻ പറ്റൂ. അവരെ കാര്യം പറഞ്ഞ് അവസാനം മനസ്സിലാക്കി അവിടെ ഇരുത്തുമായിരുന്നു, വെളിയിലോട്ട് അയക്കുമായിരുന്നു. അതായത് അവര് പറയുന്നു അവര് വലിയ അഡ്വക്കേറ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ അവിടെ അതിനൊന്നും ഒരു സ്ഥാനവും ഇല്ല പ്രിയ സുഹൃത്തുക്കളെ. ഇനി എത്ര വലിയ ആൾക്കാരായിരുന്നാലും ഈ ICUവിൽ വരുന്ന ആൾക്കാർ നമുക്ക് പേഷ്യൻസ് മാത്രമാണ് കേട്ടോ. അത് നിങ്ങളുടെ ഏതെങ്കിലും വമ്പൻ സ്രാവുകളൊക്കെ ICUവിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ ഒന്ന് കിടക്കണമെന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഡോക്ടർ VP ഗംഗാധരൻ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ആണ് കേട്ടോ, ക്യാൻസറിന്റെ ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അസുഖം ക്യാൻസറാണ്. ഞാൻ എന്തും പറയാറുണ്ട്, അതായത് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ വരണ്ടെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ക്യാൻസർ വരണം, ക്യാൻസർ വന്ന് അത് മാറുന്ന പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇതായിരിക്കില്ല. കാരണം ചികിത്സ കഴിഞ്ഞ് തിരികെ പോകുന്ന ഓരോ രോഗിയുണ്ടല്ലോ, അവര് നമ്മളെക്കാളൊക്കെ വളരെയധികം ഉയർന്ന പടികളിലാണ്. അവരുടെ വിദ്യാഭ്യാസമോ? അതെ, നല്ല വിദ്യാഭ്യാസം. അവരുടെ ചിന്താഗതി മാറും, അവരുടെ പ്രയോറിറ്റീസ് മാറും. അവരുടെ മുമ്പില് എങ്ങനെയെങ്കിലും കുറച്ചുപേരെ സഹായിക്കാം. എങ്ങനെ അവിടെ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. അപ്പൊ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വരാൻ സാധിക്കും അസുഖം എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാറ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ VP ഗംഗാധരൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് ക്യാൻസർ വന്ന് പോയ പേഷ്യൻസിന്റെ മനസ്സ് ഭയങ്കര വലുതായിരിക്കും എന്ന് പറയുമ്പോൾ, നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് നമുക്ക് പറയാം. ഇദ്ദേഹം അവിടെ എടുത്ത് പറയുന്നുണ്ട്, നല്ല പഠിപ്പാണല്ലേ ഇവർക്കെന്ന്. അതായത് ഇവരെയൊക്കെ ചിന്താഗതി എല്ലാം ഏകദേശം ഒരുപോലെയാണ്. ഇവർക്കൊന്നും താന്ന് ചിന്തിക്കാൻ പറ്റൂല പ്രിയ സുഹൃത്തുക്കളെ. കാരണം ഇവരൊക്കെ പണത്തിന്മേൽ വളർന്നതാണ്. ഇവരുടെ ചിന്താഗതിയൊക്കെ ഇങ്ങനെയാണ്, മറ്റുള്ളവരെ അടിച്ചമർത്തുക എന്നുള്ളത്. അതായത് ഇദ്ദേഹം ഇപ്പൊ ചോദിച്ച കണക്ക് പഠിപ്പുണ്ടല്ലേ നല്ല അവർക്കൊക്കെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവരൊക്കെ സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ ഈ പണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവർ എന്തിലാണോ ഈ തലക്കനം കാണിക്കുന്നത്, അത് അവർക്ക് ഇല്ലാതെയാകുമ്പോൾ മാത്രമേ അവര് നന്നാവത്തുള്ളൂ. അതുവരെ അവര് നന്നാവത്തില്ല പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഡോക്ടേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇവര് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ എന്റെ പ്രൊഫഷൻ വെച്ച് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെയല്ലേ വാല്യൂ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കുവാണ്, ഓക്കെ, ഈ ഒരു പേഷ്യന്റിന് നമ്മൾ നഴ്സുമാരെയും താഴേക്കിടയിലും ഒക്കെ ഉള്ള കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ ഡോക്ടർ വന്ന് തന്നെ ഇവരെ A to Z കാര്യങ്ങൾ നോക്കട്ടെ എന്ന് നമ്മൾ കുറെ പേരങ്ങ് ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും? ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നത് ജോലിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ക്യാൻസർ ഒരിക്കലെങ്കിലും വരാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു അഹങ്കതയും അഹംഭാവവും ജാതി മതം എന്നുള്ള ഈ വെറികളൊക്കെ അങ്ങ് മാറിക്കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു വ്യക്തിയെ അറിയാം കേട്ടോ, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മായിയമ്മ. അതായത് ഭയങ്കര സാധനമാണ് കേട്ടോ. എന്തായിരുന്നാലും ഇവർക്ക് ക്യാൻസർ വന്നപ്പോൾ ഈ കൂട്ടുകാരി നന്നായിട്ട് തന്നെ ഈ അമ്മായിയമ്മേനെ നോക്കി അവരതിന്ന് റിക്കവറായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ റിക്കവറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മരുമകളെ വീണ്ടും കണ്ണിന് കണ്ടുകൂടാതായി, പഴയതിന്റെ പിന്നത്തതായി അവരുടെ സ്വഭാവം. അപ്പൊ ഈ ക്യാൻസർ വന്നാലും തിരുത്താത്ത ആൾക്കാരുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമുക്ക് ഇവരൊക്കെ റെഡി ആവോ ഇല്ലെന്ന് പറയാൻ പറ്റൂല. എന്നാലും കുറെ പേർക്ക് ആ ഒരു ഉൾവിളി കിട്ടും. അതായത് സ്വന്തം ജീവനാണ് വലുത്, അല്ലെങ്കിൽ ആരോഗ്യമാണ് വലുത്, പണമോ പ്രതാപമോ ക്വാളിഫിക്കേഷനോ എഡ്യൂക്കേഷനോ പ്രൊഫഷനോ ഒന്നുമല്ല
വലുതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൂട്ടുകാരോ ഒക്കെ ഉണ്ട്, ഇങ്ങനെ അഹങ്കാരം പിടിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങളെടുത്ത് ദൂരെ കളയണം. എന്നിട്ട് നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്ട് കൊടുക്കണം. നിങ്ങളാണ് വലുത് നിങ്ങൾക്ക്, അല്ലാതെ വേറുള്ളവരല്ല. അവരുടെ പണവോ പ്രശസ്തിയോ കണ്ടിട്ട് അങ്ങോട്ട് കൂട്ടുപിടിക്കാൻ പോവേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് സ്വന്തമായി വില കൊടുക്കണം. ഇനി നിങ്ങൾ വല്ല മന്ത്രി ആയിരുന്നാലും പ്രൈം മിനിസ്റ്റർ ആയിരുന്നാലും നിങ്ങൾക്ക് ഒരാൾ വില തരൂലെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അവര് നിങ്ങളെ അപ്പോഴും കളിയാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഉയർച്ചയെ അവരൊരിക്കലും അംഗീകരിച്ച് തരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.